അത്യാവശ്യം പവർഫുൾ ആയിട്ട് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല ആരും ഒരു ഈക്കോ മോഡിൽ ഇത് ഓടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. കാരണം ഫണ്ണാണല്ലോ ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള മുഖമുദ്ര എന്ന് പറയുന്നത്. ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കളായിട്ടുള്ള സിട്രോൺ ഇന്ത്യയിലേക്ക് വന്നിട്ട് കുറച്ച് മാസങ്ങളായി. അപ്പോൾ നമ്മൾ സിട്രോൺ C5 എയർക്രോസിൻ്റെ മീഡിയ ഡ്രൈവിൽ പങ്കെടുക്കുകയും അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. നമ്മൾ ആ വീഡിയോ ചെയ്ത വേരിയൻ്റ് എന്ന് പറഞ്ഞ ഫീലായിരുന്നു. അന്ന് ടോപ്പ് മോഡലായിട്ടുള്ള ഷൈൻ കേരളത്തിൽ അവൈലബിൾ ആയിരുന്നില്ല. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് സിട്രോൺ C5 എയർക്രോസിൻ്റെ ഏറ്റവും ടോപ്പ് വരുന്നതായിട്ടുള്ള ഷൈൻ ഡുവൽ ടോൺ ആണ്. അപ്പോൾ വണ്ടിപ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഷൈൻ വേരിയൻറ്റിനെ വിശദമായി തന്നെ പരിചയപ്പെടാം. ഈ ഷൈൻ വേരിയൻറ്റിനെ വിശദമായി തന്നെ പരിചയപ്പെടാമെന്ന് പറയുമ്പോൾ ഇപ്പോൾ ബേസ് വേരിയൻ്റായിട്ടുള്ള ഫീലുമായിട്ട് അത്യാവശ്യം നല്ല വ്യത്യാസങ്ങളുണ്ട് ഈ വണ്ടിക്കകത്ത്. കൂടാതെ ആ വണ്ടി നമ്മൾ ഓടിച്ച് കുറച്ച് മാസങ്ങളായി. അപ്പോൾ നിരത്തിലൊക്കെ നിങ്ങൾ ഈ സിട്രോൺ C5 എയർക്രോസ് കണ്ടു കാണും. അപ്പോൾ ഈ ഒരു വേരിയൻറ്റിൻ്റെ ഫീച്ചേഴ്സിലും ഈ ഒരു വേരിയൻറ്റിൻ്റെ കാര്യങ്ങളിൽ ഊന്നിക്കൊണ്ടൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. സ്വാഗതം. അപ്പോൾ ഇനി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടാതെ ബെല്ലെ കൂടി ക്ലിക്ക് ചെയ്യാം. എന്നാലേ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അറിയാലോ, ഈ ഒരു വണ്ടിയുടെ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ വിശദമായി തന്നെ പറയേണ്ടതുണ്ട്. അതായത് ഒരു പ്രീമിയം ക്രോസ് ഓവർ എന്ന് വിളിക്കാവുന്ന മനോഹരമായ ഡിസൈനുള്ള ഒരു ഫ്രഞ്ച് വണ്ടിയാണ് സിട്രോൺ C5 എയർക്രോസ്. ഈ ഒരു കളറ് ശരിക്കും സ്റ്റണ്ണിങ് ആണ്. എക്സ്റ്റീരിയറിലെ ചെറിയ മാറ്റങ്ങളും കൂടാതെ ഈ ഒരു ഫുഡ് വേവ് ചെയ്താൽ തുറക്കുന്ന ടെയിൽ ഗേറ്റും സിട്രോൺ C5ൻ്റെ ഈ ഒരു ഷൈൻ വേരിയൻറ്റിൻ്റെ പ്രത്യേകതയാണ്. ഞാനത് ക്ലോസ് കൂടി ചെയ്യാം. ഒരു പവർ ടെയിൽ ഗേറ്റാണത്. അപ്പോൾ ബാഡ്ജിങ്ങുകളും കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ വേരിയൻ്റൊന്നും ബാഡ്ജിങ് നോക്കി തിരിച്ചറിയാനൊന്നും പറ്റില്ല. C5 എയർക്രോസ് അല്ലെങ്കിൽ സിട്രോൺ എന്നുള്ള ഈ ഒരു ലോഗോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ താഴെയായിട്ട് 2 എക്സോസ് കട്ടിങ് കണ്ടില്ലേ? ശരിക്കും അത് എക്സോസ് കട്ടിങ് അല്ല, ഫേക്കാണത്. താഴെയായിട്ടാണ് എക്സോസ് പൈപ്പ് ഉള്ളത്. ഈ സിട്രോൺ C5 എയർക്രോസിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് 2 ലിറ്റർ 4 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ്. 175 PS പവറും 400 Nm ടോർക്കുള്ള എഞ്ചിനാണിത്. നല്ലൊരു ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള എഞ്ചിനാണിത്. കൂടാതെ ഒരു 8 സ്പീഡ് ഓട്ടോമാറ്റിക് ആണ് ഇത് മേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മികച്ച ഒരു ഗിയർ ബോക്സ് എഞ്ചിൻ കോമ്പിനേഷൻ ആണ് എന്നുള്ളതാണ് ഓടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു. അപ്പോൾ കുറച്ച് ദിവസം ശേഷം ഒന്നുകൂടി ഓടിക്കാൻ ലോങ് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിവരങ്ങളൊക്കെ പറയാം. നല്ല നീറ്റായിട്ടൊരു എഞ്ചിൻ ബേ കൂടിയാണ് സിട്രോൺ C5 എയർക്രോസിൻ്റേത്. ഇപ്പോൾ ബോണറ്റ് ഇൻസ്റ്റലേഷൻ ഉണ്ട്. പക്ഷേ ഇത്രയും വില കൂടിയ വണ്ടിക്ക്, അതായത് ഏകദേശം 42 ലക്ഷം രൂപയോളം ഓൺ റോഡ് പ്രൈസ് വരുന്ന വണ്ടിക്ക് ഒരു ബോണറ്റ് ഹൈഡ്രോളിക് സ്റ്റാർട്ട് ഇല്ല എന്നുള്ളതൊരു പോരായ്മ തന്നെയാണ്. ഈ സിട്രോൺ C5ൻ്റെ മുൻവശത്തെ കാര്യം പറയുമ്പോൾ ഈ ലോഗോ തന്നെയാണ് ഗ്രില്ലായിട്ട് പരിണമിക്കുന്നത്. അത് ഈ DRലേക്ക് ചേർന്നിട്ട് ഇവിടെ വളഞ്ഞ് വീണ്ടും അങ്ങോട്ട് തന്നെ പോയി ആ ലോഗോയുടെ ബാക്കിയായി അങ്ങ് ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. അതായത് ഒറ്റ പീസാണെന്ന് പറയാം. ഒരു ചെറിയ കട്ടിങ് കൊടുത്തിട്ടുണ്ടെങ്കിലും സിട്രോൺ LED വിഷൻ എന്ന് പറയുന്ന ഹെഡ് ലാംപ്സ് ആണ്. കൂടാതെ ഗ്രില്ലുകൾ കണ്ടില്ലേ? ഈ ഗ്രില്ലിൻ്റെ സ്ലാറ്റുകളൊക്കെ തന്നെ മനോഹരമാണ്. താഴെയായിട്ട് 2 ഫേക്ക് ആയിട്ടുള്ള ഒരു സിൽവർ ഭാഗം, അതും ഒരു നല്ല ഭംഗി തോന്നിക്കുന്നുണ്ട് സിട്രോൺ C5 എയർക്രോസിൻ്റെ മുൻവശത്തിന്. കൂടാതെ ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് കൂടി കാണാം. അപ്പോൾ വലിയൊരു മുൻവശമാണ്, കാണാൻ കൗതുകമുള്ളൊരു മുൻവശമാണ് സിട്രോൺ C5 എയർക്രോസിൻ്റേത്. സിട്രോണിൻ്റെ ഈ ഒരു സൈഡ് പ്രൊഫൈലും സംഭവ ബഹുലമാണ്. ഇപ്പോൾ ഫോഗ് ലാമ്പ് അവിടെ കാണാം. കോർണർ ഫംഗ്ഷനുള്ള ഫോഗ് ലാമ്പാണ്. കൂടാതെ അലോയ് വീൽസ് ഉണ്ട്. ഈ അലോയ് വീൽ എന്ന് പറയുന്നത് 2 കളറുകളുള്ള ഭംഗിയുള്ള അലോയ് വീലാണ്. അതിൻ്റെ നടുവിൽ സിട്രോണിൻ്റെ ലോഗോ ഉണ്ടോ? ഒരു പ്രീമിയം ഫീൽ തോന്നിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 235, 55, 6, 18 വീലുകളാണ്. മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്കുകൾ തന്നെയാണ്. കൂടാതെ SUVകൾക്ക് സമാനമായ ഒരു ക്ലാഡിങ് ഈ ഒരു വണ്ടി ചുറ്റുപാട് കിടക്കുന്നുണ്ട്. ആ ക്ലാഡിങ്ങിൻ്റെ ബാക്കിയായിട്ട് ഒരു സിൽവർ ഇൻസെർട്ട് കൂടി ഉണ്ടെന്നുള്ളതാണ്. ഇനി മിററുകളൊക്കെ തന്നെ മനോഹരമാണ്. നല്ല കാഴ്ചയും തരുന്നുണ്ട്. കൂടാതെ ബ്ലൈൻഡ് സ്പോട്ട് മോട്ടറായിട്ടുള്ള ഒരു ചെറിയൊരു ഇൻഡിക്കേഷൻ കൂടിയുണ്ട്. ഒരു റൂഫ് റെയിൽ കൂടി കാണാം. റൂഫ് റെയിൽ കൂടാതെ ഒരു പനോരമിക് സൺറൂഫ് കൂടി ഈ ഒരു വണ്ടിക്കുണ്ട്. ഇനി ക്രോം ഇൻസെർട്ട് എമ്പാടും ഉണ്ട്. ആ ക്രോം ഇൻസെർട്ടിൻ്റെ ബാക്കിയായിട്ട് ഈ ഒരു വിൻഡോ ബോർഡർ ലൈനും ഈ മുകളിൽ കൊടുത്ത ക്രോമൊക്കെ തന്നെ ഈ വണ്ടിക്കൊരു നല്ല ഭംഗി കൊടുക്കുന്നുണ്ട്. കൂടാതെ റിക്വസ്റ്റ് സെൻസർ ഇരു ഡോറിലും കാണാം. കൂടാതെ കീ ഹോൾ കൂടി കാണുന്നുണ്ട്. പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് B പില്ലർ. കൂടാതെ C പില്ലറിലേക്ക് ഒരു ക്രോമിൻ്റെ വലിയൊരു ഭാഗം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി വിൻഡോയുടെ ഈ ഒരു ബോർഡർ ലൈനിൻ്റെ ഭാഗം ഒരു വലിയ C ആണെന്ന് പറഞ്ഞാലും അതിശക്തിയൊന്നുമില്ല. ആ ഒരു C ശരിക്കും അണമുറിയാതെ പോകുന്നുണ്ടെന്ന് പറയാം. പിന്നെ C പില്ലറിൽ ഒരു വലിയ ഗ്ലാസ് കൂടി കാണാം. ഈ ഗ്ലാസിൻ്റെ ബാക്കിയായിട്ടാണ് പിൻ ഗ്ലാസ് അലിഞ്ഞ് ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തെ ഫ്ലോട്ടിംഗ് റൂഫും തോന്നിക്കാനായിട്ട് ശരിക്കും സഹായിക്കുന്നുണ്ട്. ഇനി ഒരു റൂഫ് റെയിലിന് 2 കളറുകളുണ്ടെന്നുള്ളതാണ്. ഈ വണ്ടിയുടെ ക്ലാഡിങ്ങിൻ്റെ ബാക്കിയായിട്ട് പറയുമ്പോൾ മുന്നിൽ സിൽവർ ഇൻസൈഡാണ്, ഇവിടെ ഒന്നുമില്ല എന്നുള്ളത് ഒരു ഡിസൈൻ എലമെൻ്റായിട്ട് തോന്നി. അത് നല്ല ഭംഗിയായിട്ടൊരു കാര്യമായിട്ട് തോന്നി. ഇനി പിൻ ഡോർ നമുക്ക് വൈഡായി തന്നെ തുറക്കാമെന്നുള്ളതാണ്. പക്ഷേ അകത്തൊരിത്തിരി ലെഗ് സ്പേസ് കുറവുണ്ട്. അത് അകത്ത് കയറുമ്പോൾ പറയാം. ഈ ഫുഡ് വേവ് ചെയ്താൽ തുറക്കുന്ന ടെയിൽ ഗേറ്റിനപ്പുറം LED ടെയിൽ ലാംപ്സ് കാണാം. 2 യൂണിറ്റായിട്ടുള്ള LED ടെയിൽ ലാംപ്സ് ആണ്. ഈ സ്പോയിലർ മനോഹരമാണ്. അതിൻ്റെ അകത്ത് ഹൈ മോഡ് സ്റ്റോപ്പ് ലാമ്പുണ്ട്. ഈ പിന്നിലെ ഗ്ലാസ്സിൽ കൊടുത്ത ഡിഫോക്കസ് ലൈൻ നല്ല മനോഹരമായിട്ട് തോന്നി. ഇനി താഴെയായിട്ട് ഫേക്ക് ആയിട്ടുള്ള എക്സോസ് പൈപ്പുകളുടെ ആ ഒരു കട്ടിങ് എടുത്ത് പറഞ്ഞു. കൂടാതെ പാർക്കിംഗ് സെൻസേഴ്സ് കൂടി കാണാം. അപ്പോൾ ലളിതമായ ഒരു പിൻവശം വന്ന് സിട്രോൺ C5 എയർക്രോസിൻ്റെ പിൻവശത്തെ പറയാം. മനോഹരമാണ്, കൗതുകമുണ്ട്. ഇനി നല്ല അധികം രാത്ത കാര്യങ്ങൾ പറയാം. അന്വേഷണം റോഡിലേക്ക് എടുത്തിട്ട് ഓടിക്കാം.
Citroen C5 Aircrossന്റെ ഈ ഒരു ഷൈൻ വേരിയൻ്റ് അകത്ത് കയറിയിരിക്കുമ്പോൾ ഈ സ്റ്റിയറിങ്ങിനെ കുറിച്ച് ആദ്യം പറയാം. ഇതൊരു ലെതർ റാപ്പ് ചെയ്തിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ മുകളും താഴെയും ഫ്ലാറ്റാണ്. അപ്പോൾ സാധാരണ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. ബോട്ടം ഫ്ലാറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ടോപ്പും ബോട്ടം ഈ ഒരു Citroen C5ൻ്റെ പ്രത്യേകതയാണ്. ഇനി ഡാഷ്ബോർഡ് മനോഹരമാണെന്ന് പറയുമ്പോൾ നല്ല ഭംഗിയുള്ള ഡാഷ്ബോർഡാണ്. ഇതിൻ്റെ മുകളിൽ കൊടുത്തുള്ള ഈ ഒരു ഇൻസൈഡ് എന്ന് പറയുന്നത് ലെതറല്ല, ഒരു ഇത്തിരി ഹാർഡ് പ്ലാസ്റ്റിക് ആയിട്ട് തോന്നി. അപ്പോൾ ഈ ഒരു പ്രീമിയം SUV എന്ന നിലയ്ക്ക് കുറച്ച് ഹാർഡ് പ്ലാസ്റ്റിക്കുകൾ അത്ര എന്താ പറയുക ഒരു വെൽക്കം ആയിട്ടുള്ള കാര്യമല്ല. ആ ഒരു ഹാർഡ് പ്ലാസ്റ്റിക് ഈ ഒരു ഡോർ പാഡിലും കാണുന്നുണ്ട്. അപ്പോൾ ഡോർ പാഡിൻ്റെ കാര്യം പറയുമ്പോൾ ഒരുപാട് എലമെൻറ്റുകളുണ്ട്. ഇപ്പോൾ അലുമിനിയമാണ് ഡോറിൻ്റെ ഹാൻഡിൽ എന്ന് പറയുന്നത്. കൂടാതെ പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഉണ്ട്. വലിയ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുമ്പോൾ ബോട്ടിൽ ഹോൾഡറിന് സ്പെസിഫിക് ആയിട്ട് ഒന്നുമില്ല, ഒരു വലിയ സ്റ്റോറേജ് സ്പേസ് ആണ്. കൂടെ സ്പീക്കർ കൂടി കാണാം. പിന്നെ സ്റ്റിയറിംഗിൻ്റെ വലതുവശത്തായിട്ട് കുറച്ച് ബട്ടൺസ് ഉണ്ട്. ആ ബട്ടണിൽ എടുത്ത് പറയേണ്ട കാര്യം ആ ഒരു ബൂട്ട് ഓപ്പണിംഗ് ബട്ടണാണ്. പിന്നെ ഈ വണ്ടിയുടെ ഹുഡ് റിലീസ് ചെയ്യുന്ന ആ ഒരു ലിവർ എന്ന് പറയുന്നത് ഇടതുവശത്താണ്. അപ്പോൾ വലിയൊരു സെൻട്രൽ കൺസോളും ഈ ഒരു Citroen C5 ഇനി ടിൽറ്റും റീച്ചും അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു സ്റ്റിയറിംഗ് വീലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് കൂടി ചെയ്യാവുന്ന സീറ്റുകൾ കൂടി ചേർന്നിട്ട് ഒരു നല്ല സീറ്റിംഗ് പൊസിഷൻ കിട്ടാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പോൾ സ്റ്റിയറിംഗിനെ പൊക്കി താത്തി വെച്ച് കഴിയുമ്പോൾ അത്യാവശ്യം നന്നായി തന്നെ ഇരുന്ന് വണ്ടി ഓടിക്കാൻ പറ്റും. നല്ലൊരു സ്ക്രീനാണ്, നല്ലൊരു മീറ്റർ കൺസോളാണ്. ഈ മീറ്റർ കൺസോളിൽ നമുക്ക് ഒരുപാട് വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡയൽസ് ആയിട്ട് മാത്രവും പേഴ്സണലായിട്ടും മിനിമം എന്ന് പറയുന്ന ഒരു സംഗതിയും അങ്ങനെ ഒരുപാട് കോൺഫിഗറേഷനിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സ്ക്രീനാണത്. സ്ക്രീൻ എന്ന് പറയുമ്പോൾ മീറ്റർ കൺസോളിൻ്റെ സ്ക്രീനാണ്. അപ്പോൾ എഞ്ചിൻ ടെമ്പറേച്ചറും റേഡിയോയും അല്ലെങ്കിൽ എന്താ പറയുക ഡിജിറ്റൽ മീറ്ററും അനലോഗ് മീറ്ററും കൂടി ചേർന്നിട്ടുള്ള ആ ഒരു പേഴ്സണൽ എന്ന് പറയുന്ന ഡിസ്പ്ലേ ആണ് ഞാനത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം മനോഹരമാണെന്ന് കാണാം. ഇനി കാണാൻ ഭംഗിയുള്ള ഗിയർ ലിവറാണ്. ഇത് ഞാൻ ആ ഒരു വണ്ടി വീഡിയോ പറഞ്ഞ കാര്യമാണ്. കൂടാതെ ഈക്കോ സ്പോർട്ട് മോഡുകൾ കൂടിയുണ്ട്. ഇപ്പോൾ ട്രാക്ഷൻ മോഡുകളെ കുറിച്ച് പറയുമ്പോൾ അഡാപ്റ്റീവ് ഡ്രൈവ് സ്നോ, അഡാപ്റ്റീവ് ഡ്രൈവ് മഡ്, അഡാപ്റ്റീവ് ഡ്രൈവ് സാൻഡ് മോഡ്, കൂടാതെ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനും പറ്റും. അതായത് ESP സിസ്റ്റം നമുക്ക് ഡീആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അത്രയും കാര്യങ്ങളുണ്ട്. കൂടാതെ നോർമൽ മോഡിൽ ഓടിക്കാം. നമ്മൾ നോർമൽ മോഡിൽ ഓടിച്ചാൽ മതി, കാരണം നമ്മുടെ ഈ ഒരു റോഡുകൾക്ക് അത് ധാരാളമാണ്. ഇനി 8 സ്പീഡ് ഗിയർ ബോക്സിൻ്റെ പെർഫോമൻസും പാഡ് ഷിഫ്റ്റേഴ്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ പറയാം. എങ്ങനെ വർക്ക് ചെയ്യുന്നതല്ല, എന്താണ് അതിൻ്റെ റെസ്പോൺസ് എന്നുള്ളത്. ഇനി ഗ്ലോ ബോക്സിനെ കുറിച്ച് പറയുമ്പോൾ തീരെ സ്ഥലമില്ലാത്തൊരു ഗ്ലോ ബോക്സ് എന്ന് പറയാം. അതായത് ഗ്ലോ ബോക്സിനകത്തേക്ക് ഒരു സംഗതി പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. സൺവൈസറുകളിൽ മിററുണ്ട്. കൂടാതെ വലിയ പാനോറമിക് സൺറൂഫുകളുണ്ട്. അത്യാവശ്യം നല്ല ഒരു വെളിച്ചം കൂടി അകത്തേക്ക് വരുന്നുണ്ട്. ഇനി ഈ ഒരു ടോപ്പ് പാനലിൽ സീറ്റ് ബെൽറ്റ് വാണിയും കാര്യങ്ങളൊക്കെ തന്നെ കാണാം. പാസഞ്ചർ ബാഗ് ഓൺ ഓഫ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കാണാം. അപ്പോൾ സീറ്റ് ബെൽറ്റിൻ്റെ നല്ല മനോഹരമാണ്. അതായത് ബാക്കിലെ 3ഉം മുമ്പിൽ 2ഉം അത് ലൈറ്റുകളായിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ലൈറ്റുകളൊക്കെ തന്നെ LED ആണ്. LED എന്ന് പറയുന്നത് Citroen C5 Aircrossൻ്റെ മുഖമുദ്രയാണ്. കാരണം ലൈറ്റുകൾ LED ആണ്. കൂടാതെ ഒരുപാട് LED എലമെൻറ്റിനകത്തുണ്ട്. ആംബിയൻ ലൈറ്റ് കൂടി വണ്ടിക്കകത്തുണ്ട്. ഇനി AC കൺട്രോൾസ് സ്ക്രീനിലും താഴെയായിട്ടുള്ള ബട്ടൺസ് അഡ്ജസ്റ്റ് ചെയ്യാം. കൂടാതെ ഒരു ടച്ച് പാനൽ പോലെ കൊടുത്ത് അവിടെയാണ് മീഡിയയുടെ ബട്ടൺസ് ഉള്ളത്. അത് പൊങ്ങി നിൽക്കുന്നൊരു ഭാഗമായിട്ട് കാണുന്നു മനോഹരം തന്നെയാണ്. കപ്പ് ഹോൾഡറുകളുണ്ട്. കൂടാതെ ആംറസ്റ്റ് അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ടുള്ള ആംറസ്റ്റാണ്. ഇപ്പോൾ ഗ്ലോ ബോക്സിൽ സ്പേസിലെന്ന് പറഞ്ഞു, പക്ഷേ ആംറസ്റ്റിൽ നല്ല സ്പേസ് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നല്ല തൈ സപ്പോർട്ടും നല്ല ലംബർ സപ്പോർട്ടൊക്കെ ഉള്ള സീറ്റ് തന്നെയാണ്. കൂടാതെ ലംബർ സപ്പോർട്ട് നമുക്ക് അഡ്ജസ്റ്റ് കൂടി ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ ഓടിച്ച് വന്ന പൊസിഷനിൽ ഇട്ടിട്ടാണ് പിന്നാക്കം പോകുന്നത്. ആ പിന്നാക്കം പോയിട്ട് പിന്നിലത്തെ ആ ഒരു സ്പേസ് കൂടി നോക്കാം. ഇനി Citroen എന്ന് നാമകരണം ചെയ്തിട്ടുള്ള ഒരു സിൽ പ്ലേറ്റ് കൂടി ഈ ഒരു C5 Aircrossൻ്റെ അകത്ത് കാണാം. ഞാൻ ഓടിച്ച് വന്ന ആ ഒരു ലെഗ് സ്പേസ് വെച്ച് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേസ് ഉണ്ടെന്നേ കാണാൻ പറ്റുള്ളൂ. അതായത് ഒരു ചെറിയ സ്കൂപ്പിംഗ് ഉണ്ട് ഈ സീറ്റിന്. അതുകൊണ്ട് തന്നെ കാല് മുട്ടുന്നില്ല. പക്ഷേ ഒരു പ്രീമിയം ക്രോസ് ഓവർ എന്ന നിലയ്ക്ക് ഈ ഒരു സീറ്റ് പോരാ. അതായത് ഈ ഒരു സീറ്റിൻ്റെ സ്പേസിങ് പോരാ, ലെഗ് റൂം പോരാ എന്നുള്ളതാണ്. അപ്പോൾ തൈ സപ്പോർട്ട് വലിയ കുഴപ്പമില്ല, നല്ല ഹെഡ് റൂമും ഉണ്ട്. 3 സീറ്റുകൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 3 സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ മുമ്പിലെ സീറ്റ് പവേർഡ് ആണെങ്കിൽ പിന്നിലെ സീറ്റ് നമ്മൾ മാനുവലായിട്ട് പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. കണ്ടോ, ഏറ്റവും മുന്നിലേക്കായിട്ടാണത്. കൂടാതെ 3 പേരിൽ യാത്ര ചെയ്യുമ്പോൾ കാലുകൾ തമ്മിൽ മുട്ടുമെന്നുള്ളതും ഒരു പോരായ്മയായിട്ട് പറയാം. AC വെൻറ്റുകളുണ്ട്. AC വെൻറ്റുകളും കാര്യങ്ങളൊക്കെ തന്നെ കാണാം. താഴെയായിട്ട് 12 വോൾട്ട് സോക്കറ്റ് കൂടിയുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ പാനോറമിക് സൺറൂഫിൻ്റെ വെളിച്ചമാണ്. അകത്തേക്ക് നല്ല വെളിച്ചം കിട്ടുന്നുണ്ട്. അപ്പോൾ ബാക്കിൽ ഡോർ പാഡിലും സ്പീക്കറുണ്ട്, സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. കൂടാതെ അലുമിനിയം ഇൻസൈറ്റും പിയാനോ ബ്ലാക്ക് ഫിനിഷൊക്കെ പിന്നിലും കാണാം. ഇനി ഈ വണ്ടിക്കകത്ത് സേഫ്റ്റിയുടെ കാര്യം പറയുമ്പോൾ കർട്ടൻ എയർ ബാഗുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അതെന്തായാലും സ്വാഭാവികമായ കാര്യമാണ്. ഇനി ഒരു കോട്ട് ഹുക്ക് കൂടി കാണാം. പിന്നെ സ്പ്രിംഗ് ലോഡറാണ് ഗ്രാബ് ഹാൻഡിൽ. നേരത്തെ പറയാൻ പറ്റൊരു കാര്യം ഇതിൻ്റെ ക്യാബിൻ ലൈറ്റുകളാണ്. മുന്നിൽ ക്യാബിൻ ലൈറ്റ് ഉണ്ട്, പിന്നിലും ക്യാബിൻ ലൈറ്റ് കാണാം. ഇനി ഈ ഒരു വണ്ടിക്ക് ഓട്ടോ ഡിമ്മിങ് ഉള്ള ഒരു ഇൻറ്റീരിയർ മിറർ കൂടി കാണാം. ഇനി വശങ്ങളുടെ കാര്യം പറയുമ്പോൾ ഈ ഒരു ഫ്യൂൽ ഡോർ തുറക്കാൻ കൊടുത്തിട്ടുള്ള ഈ 2 കുനിപ്പുകൾ, പിന്നെ ഈ ഒരു ചെറിയ ഫ്ലാപ്പ് പോലെ കൊടുത്തുള്ള ഭാഗം, അതൊക്കെ തന്നെ എടുത്തു കൊണ്ട കാര്യങ്ങളാണ്. അതായത് കൗതുകമായിട്ട് പറയുമ്പോൾ. കൂടാതെ ഈ ഒരു ഗ്ലാസിൻ്റെ കാര്യം ഒന്നുകൂടി പറയാം. അത്യാവശ്യം വലിയൊരു ബൂട്ടാണ്. അപ്പോൾ ആ ഒരു ബൂട്ടിനകത്ത് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. അതായത് 12 വോൾട്ട് സോക്കറ്റ് ഉണ്ട്, ലൈറ്റ് ഉണ്ട്. ഇപ്പോൾ ചൈൽഡ് സീറ്റിൻ്റെ ടോപ്പ് ടെതർ കാണാം. കൂടാതെ 100 കിലോയുടെ ഒരു വാണിയൊക്കെ കാണുന്നുണ്ട്. ചെറിയ ചെറിയ സ്റ്റോറേജ് സ്പേസുകളുണ്ട്. അപ്പോൾ നമ്മൾ കൊണ്ടുവന്നുള്ള ബാഗുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടും അത്യാവശ്യം സ്ഥലമുണ്ടെന്ന് കാണാം. പിന്നെ ഈ പാർഷ്യൽ ഷെൽഫ് കണക്ട് ചെയ്ത ടെതർ ഉണ്ടോ, അതൊക്കെ അത്യാവശ്യം നല്ല പ്രീമിയം ഫീൽ തോന്നിക്കുന്നുണ്ട്. ഇനി പാഡ് പൊക്കി കഴിയുമ്പോൾ സ്പെയർ വീൽ കാണാം. സ്പെയർ വീൽ അലോയ് തന്നെയാണ്. കൂടാതെ ഈ ടൂൾസ് വെച്ച ഈ ഒരു പെട്ടി എന്ന് പറയുന്നത് തികച്ചും പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ളൊരു പെട്ടിയാണ്. ഇനി പിന്നിലെ ബമ്പറിൻ്റെ ഡിസൈൻ കൗതുകരമാണ്. കൂടാതെ ഇരുവശത്തും ഫോഗ് ലാമ്പുകൾ കൂടിയുണ്ട്. ഇനി മീഡിയയെ കുറിച്ച് പറയുമ്പോൾ താഴെ
ബട്ടൺസുകളുണ്ട്, ഷോർട്ട് കട്ട്സുകളുണ്ട്. അപ്പോൾ ഫോട്ടോസിൻ്റെ ഷോർട്ട് കട്ട്, അതായത് ഫോട്ടോസ് എന്ന് പറയുന്ന മെനു ആണ്. SMS ഉണ്ട്. ഇപ്പോൾ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡും കാണാം. ഈ സിസ്റ്റം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആണ്, നമുക്ക് ഉപയോഗിക്കാനായിട്ട് വളരെ കൂളായിട്ടുള്ള സിസ്റ്റം എന്ന് പറയാം. അപ്പോൾ റിവേഴ്സ് ക്യാമറ കൂടി ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ റിവേഴ്സ് ക്യാമറ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ റിവേഴ്സ് ഇട്ട് കഴിയുമ്പോൾ ക്യാമറ ഉണ്ടാവും. ക്യാമറ എന്ന് പറയുമ്പോൾ 360 ക്യാമറ ഉണ്ട്. അതിന് തന്നെ നമുക്ക് ഒരുപാട് വ്യൂസ് ഉണ്ട്. ഇപ്പോൾ റിയർ വ്യൂ, അല്ലെങ്കിൽ എന്താ പറയുക, ഓട്ടോ മോഡ്, 180 വ്യൂ, സൂം വ്യൂ, സ്റ്റാൻഡേർഡ് വ്യൂ, അങ്ങനെ കാര്യങ്ങളൊക്കെ തന്നെ കാണാം. കൂടാതെ ഒരു അഡാപ്റ്റീവ് ആയിട്ടുള്ള ലൈൻ കൂടി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മീഡിയ സ്ക്രീനിനെ കുറിച്ചും ഈ ഒരു മീറ്റർ കൺസോളിനെ കുറിച്ചും പാരലൽ പാർക്കിൻ്റെ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, മുമ്പ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണണമെങ്കിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഈ സിട്രോൺ C5 എയർക്രോസ് നമ്മൾ ഓടിച്ചാണ്. അപ്പോൾ അന്ന് ഓടിച്ചപ്പോൾ കിട്ടാത്ത കുറേ ഒബ്സർവേഷൻസ് ഇപ്പോൾ ഓടിയുമ്പോൾ കിട്ടുന്നുണ്ട്. അതായത് കുറച്ച് ദിവസമായി വണ്ടി വന്നിട്ട് നമ്മൾ കുറേ വണ്ടി കണ്ടു. അപ്പോൾ ഈ കളർ നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു. ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണും ഈ ഗിയർ ലിവർ അല്ലെങ്കിൽ ഈ ഒരു സ്വിച്ചുകളുടെ കോമ്പിനേഷനൊക്കെ ആ ഒരു ഇടതുവശത്തിരുന്ന് ഓടിക്കുന്ന ആ ഒരു കോൺഫിഗറേഷനിലാണ്. പിന്നെ മാനുവൽ മോഡ് ഇവിടെ കാണാം. കൂടാതെ ഈ ഒരു സ്പോർട്ട് മോഡുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത്തിരി അമർത്തി പ്രസ് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ലിമിറ്ററും കാര്യങ്ങളൊക്കെ തന്നെ കാണാം. ഞാൻ ലിമിറ്ററൊക്കെ ഒന്ന് ഓഫ് ചെയ്യണമെന്ന് വേണ്ട. ഓക്കെ, അപ്പോൾ ഡ്രൈവ് മോഡിലിട്ടു. ഡ്രൈവ് മോഡിലിട്ട് മാനുവൽ മോഡാക്കി. ഇനി സ്പോർട്സ് മോഡ് ഓൺ ചെയ്തു. അപ്പോൾ സ്പോർട്സ് മാനുവൽ മോഡാണ്. ഞാൻ ട്രാക്ഷൻ കൺട്രോളും കൂടി ഓഫ് ചെയ്യാം. ESP സിസ്റ്റം ഡീആക്ടിവേറ്റ് ചെയ്തു. ഞാൻ ഒന്ന് കാല് കൊടുത്തെടുക്കാനാണ്. ആദ്യത്തെ ഈ കാല് കൊടുക്കലിൽ പറയേണ്ട ഒരു കാര്യം ഗിയർ ഷിഫ്റ്റിനെ കുറിച്ചാണ്. ഇത് സ്പോർട്സ് മോഡാണ്. ഞാൻ മാനുവൽ മോഡ് മാറ്റി. മാനുവൽ മോഡ് മാറ്റുക എന്ന് പറയുമ്പോൾ മാനുവൽ മോഡ് ആകുമ്പോൾ റെഡ് ലൈനിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കും. പിന്നെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ മാനുവൽ മോഡ് മാറ്റി. സ്പോർട്സ് ഡ്രൈവ് മോഡാണ്. അപ്പോൾ ഡ്രൈവ് മോഡിൽ നമ്മൾ പോകുന്നത് ഏകദേശം 4ാമത്തെ ഗിയറിലാണ് പോകുന്നത്. അപ്പോൾ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് 175 PS ആണ് ഇതിൻ്റെ പവർ. കൂടാതെ 400 Nm ടോർക്ക് വേണം. അപ്പോൾ ഈ ടോർക്കും ആ ഒരു പവറും ഈ ഒരു വണ്ടിക്ക് പര്യാപ്തമാണെന്ന് കാണാം. പിന്നെ പ്രൈസ് കൂടി പറയണം. പ്രൈസ് പറയുമ്പോൾ 30,33,000 രൂപയോളം എക്സ്ഷോറൂം പ്രൈസാണ് ഇതിൻ്റെ ബേസ് വരുന്നത്. കൂടാതെ 42 ലക്ഷത്തിലോളം എത്തുന്നുണ്ട് ഓണർ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല പ്രൈസ് ആയിട്ടുള്ള, അത്യാവശ്യം നല്ല വില പിടിപ്പുള്ള ഒരു SUV എന്നാണ് ആദ്യമൊക്കെ ഭാഷയിൽ പറയാം. കുറച്ച് വില കൂടിയ SUV ആണല്ലേ എന്നാണ് പറയാം. അപ്പോൾ കുറച്ച് വില കൂടിയ SUV ആണ്. ആ പ്രീമിയം ഫീൽ വണ്ടിക്ക് മൊത്തത്തിലുണ്ട്. അതായത് ഇരിക്കുമ്പോഴാണെങ്കിലും ഓടിക്കുമ്പോഴാണെങ്കിലും കാല് കൊടുക്കുമ്പോഴാണെങ്കിലും ഒക്കെ ആ ഫീൽ ഉണ്ട്. ഇനി ഇതിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ ഇതിൻ്റെ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് 2 ലിറ്റർ ആണ്. 2 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിൻ തന്നെയാണ്. അതായത് ഡീസൽ എഞ്ചിനാണ്. അപ്പോൾ പെട്രോൾ ഇല്ല എന്നുള്ളതൊരു പോരായ്മയായിട്ട് പറയാം. പെട്രോൾ ഇല്ല എന്നുള്ളത് പോരായ്മയായിട്ട് പറയാമെന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാ വണ്ടിക്കും ടർബോ പെട്രോൾ മോഡലുകളൊക്കെ ഉണ്ടല്ലോ. ഇനി ഇതിൻ്റെ ബ്രേക്കിൻ്റെ കാര്യമാണ്. കാരണം ചവിട്ടി കുത്തി കയറി പോകുന്നൊരു വണ്ടി ആയതുകൊണ്ട് തന്നെ ബ്രേക്കിൻ്റെ കാര്യം ശരിക്കും പറയണം. ഈ ഒരു 2 ലിറ്റർ എഞ്ചിൻ നല്ല ഡ്രൈവബിളാണ്. അപ്പോൾ അതിൻ്റെ കൂടെ പറയുമ്പോൾ നല്ല കംഫർട്ടബിൾ ആയിട്ടിരുന്ന് യാത്ര ചെയ്യുന്ന വണ്ടിക്ക് അത്യാവശ്യം നല്ല കോൺഫിഡൻസ് ഉള്ള ബ്രേക്ക് കൂടി ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ കാല് കൊടുക്കുമ്പോൾ വലിച്ചു കയറി പോകുന്നുണ്ട് എന്നുള്ളത് തന്നെ പറയുന്നത്. ഞാൻ ഈക്കോ മോഡിലേക്ക് മാറ്റിക്കോട്ടെ. ഈക്കോ മോഡിലേക്ക് മാറ്റുമ്പോൾ ഇപ്പോൾ ഈക്കോ D3 എന്ന് പറയുന്നത് ഇന്ധനക്ഷമതയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഡീസൽ എഞ്ചിനാണ്, 2 ലിറ്റർ എഞ്ചിനാണ്, അത്യാവശ്യം പവർഫുൾ ആയിട്ട് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല ആരും ഒരു ഈക്കോ മോഡിൽ ഇത് ഓടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. കാരണം ഫണ്ണാണല്ലോ ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള മുഖമുദ്ര എന്ന് പറയുന്നത്. അപ്പോൾ സ്പോർട്സ് മോഡാണ് ഓടിക്കാൻ രസം. സ്പോർട്സ് മോഡാണ് ഓടിക്കാനുള്ള ഒരു ഫൺ ഫാക്ടർ എന്ന് പറയുന്നത്. ഇത് 8 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. 8 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ്, ടോർക്ക് കൺവെർട്ടർ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സീംലെസ് ഷിഫ്റ്റാണ്. സുഖകരമായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാവുന്ന വണ്ടി എന്നാണ് ബേസിക്കലി പറയാനുള്ളത്. അതിൻ്റെ കൂടെ കുറച്ച് ഫണ്ണും കൂടി ചേരുന്ന ഒരു അവസ്ഥയാണ് ഈ ഡീസൽ എഞ്ചിനും ഈ 8 സ്പീഡ് ഗിയർ ബോക്സ് കോമ്പിനേഷൻ കൂടി ഉള്ളത്. ഇനി ഇതിൻ്റെ കൂടെ പാഡ് ഷിഫ്റ്റേഴ്സ് കൂടി ഉണ്ടെന്നുള്ളത് ഒരു ഗുണമായിട്ട് പറയാം. അതായത് ഇപ്പോൾ സ്പോർട്സ് കാറുകൾ ഓടിക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടുമല്ലോ അതിശക്തിയോട് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ. ഷിഫ്റ്റൊക്കെ ക്യുക്കാണ്. ഇപ്പോൾ പാഡ് ഷിഫ്റ്റ് വെച്ച് ഡൗൺ ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ കാല് കൊടുത്ത് ഓടിച്ച് പോകുമ്പോഴാണെങ്കിലും ഷിഫ്റ്റൊക്കെ ക്യുക്കാണ്. അപ്പോൾ സീംലെസ് ആയിട്ടുള്ള ഷിഫ്റ്റ് കൂടി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് C5 എയർക്രോസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വണ്ടി കൂടിയാണല്ലോ ഈ ഒരു C5 എയർക്രോസ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു മികച്ച ഒരു ഇന്ധനക്ഷമതയും മികച്ച ഒരു പെർഫോമൻസുമാണ് ഈ വണ്ടിയുടെ ഒരു USP, അതായത് യൂണിക് സെല്ലിംഗ് പോയിന്റ്. കൂടാതെ കംഫർട്ട് ക്ലാസ് എന്ന് സിട്രോൺ വിളിക്കുന്നുണ്ട്. അപ്പോൾ കംഫർട്ട് കൂടി ഉണ്ട് എന്നുള്ളതാണ്. കംഫർട്ട് എന്ന് പറയുമ്പോൾ ഒരു സസ്പെൻഷൻ മികവുള്ള സസ്പെൻഷനാണ്. അത് നമ്മൾ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞു. നല്ല സസ്പെൻഷനാണ്, നല്ല മികച്ചൊരു സസ്പെൻഷനാണ് ഈ ഒരു C5 എയർക്രോസിൻ്റെ. അത് ഓടിക്കും പറയാണ്ട് റോഡിൽ അൺലേഷൻസ് കാര്യങ്ങളൊന്നും അറിയുന്നില്ല. അപ്പോൾ കൂടിയ സ്പീഡിലാണെങ്കിൽ തന്നെ ഹമ്പുകളാണെങ്കിലും അല്ലെങ്കിൽ ഈ പാടത്തിൻ്റെ ആ ഒരു ഗ്യാപ്പുകളാണെങ്കിലൊക്കെ തന്നെ നമുക്ക് ഒരു പ്രശ്നമില്ലാണ്ട് ഓടിച്ചുകൊണ്ട് നടക്കാമെന്നുള്ളത് നല്ല ഗുണമായിട്ട് പറയാം. അതിൻ്റെ കൂടെ ചേരുമ്പോൾ ഈ സ്റ്റിയറിങ്ങിൻ്റെ ഒരു മികവ് കൂടി പറയണം. നല്ല സ്റ്റിയറിംഗ് ആണ്. ഈ സ്റ്റിയറിങ്ങിൻ്റെ മുകളിലെ ഫ്ലാറ്റ്, ബോട്ടം ഫ്ലാറ്റ്, ആ 2 സെക്ഷൻസ് മാത്രം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പിന്നെ നല്ല കാഴ്ച കയറുന്ന ഒരു അകത്തളം കൂടി പറയാതെ നമ്മളിരിക്കുന്നത് നല്ല ഉയർന്ന പൊസിഷനിലാണ്. ഞാൻ ഇപ്പോൾ ക്യാമറ വയ്ക്കാൻ വേണ്ടി താഴെ വെച്ചിട്ട്, എന്നാലും നമുക്ക് എല്ലാം കണ്ടുകൊണ്ട് വണ്ടി ഓടിക്കാമെന്നുള്ളത് ഒരു കോൺഫിഡൻസ് തരുന്ന ഒരു കാര്യമായിട്ട് പറയാം. ഇപ്പോൾ ബ്ലൈൻഡ് സ്പോട്ടൊന്നും കാര്യമായിട്ടില്ല. ഇനി കാല് കൊടുക്കുമ്പോൾ കയറി പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ വണ്ടി ഒരു കാര്യമായിട്ട് പറയാനുള്ളത്. ഇപ്പോൾ ഫോർഡ് എൻഡവർ 2 ലിറ്റർ ആണ്.
ജീപ്പ് കോമ്പസ് 2 ലിറ്ററാണ്, ടാറ്റ ഹാരിയർ 2 ലിറ്ററാണ്. അപ്പോൾ 2 ലിറ്റർ എഞ്ചിനുകളുടെ ഒരു സമൃദ്ധി ഉണ്ട് നമ്മുടെ നിരത്തുകളിൽ. അതിലേക്ക് വന്ന മികച്ച ഒരു വണ്ടി എന്ന് തന്നെ C5 എയർക്രോസിനെ പറയാം. ആകെ പറയുന്ന ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഒരു ഇത്തിരി വില കൂടുതലാണ് എന്നുള്ളതാണ്. കൂടാതെ ബാക്ക് സീറ്റിൽ ഒരു ഇത്തിരി സ്ഥലക്കുറവുണ്ട് എന്നുള്ളത് എനിക്ക് ഒരു കുറവായിട്ട് തോന്നി. എന്നാലും ജീപ്പ് കോമ്പസിനെയോ അല്ലെങ്കിൽ ഫോർഡ് എൻഡേവറിനെയോ കമ്പയർ ചെയ്യുമ്പോൾ നല്ല രസമുണ്ട് ഓടിക്കാൻ എന്നുള്ള പറയാനുള്ളത്. അത് തന്നെയാണ് ഒരു മികവായിട്ട് പറഞ്ഞൊരു കാര്യം. ഈ മാനുവൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഷിഫ്റ്റ് ചെയ്തില്ലെങ്കിൽ അത് റെഡ് ലൈനിൽ ഹോൾഡ് ചെയ്ത് പിടിക്കും. അപ്പോൾ നമ്മൾ ഷിഫ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഹോൺ അടിക്കാൻ വലിയ പാടൊന്നുമില്ല, ഒരു ഇത്തിരി അമർത്തി പ്രസ് ചെയ്യണമെന്നുള്ളൂ. അത് സാധാ കാറുകളിൽ പോലെയല്ല, ഒരു ഇത്തിരി പ്രീമിയം തന്നെയാണ് ആ പ്രസ് എന്ന് പറയുന്നത്. പ്രീമിയം പ്രസ് എന്ന് പറയുമ്പോൾ ഒന്നുകൂടി അമർത്തി ചേക്കണം, അതാണ്. ഇനി കാല് കൊടുത്ത് ഞാൻ വീണ്ടും മാറ്റി ഡ്രൈവ് മോഡാക്കി. കാരണം ഡ്രൈവ് മോഡ് കുറച്ചുകൂടി ഓടിക്കാൻ സുഖം സംസാരിക്കുമ്പോഴൊക്കെ. അപ്പോൾ അന്ന് നമ്മൾ ഓടിച്ചു, അന്ന് വണ്ടിയെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ ഓടിച്ചപ്പോൾ അത്യാവശ്യം ആ ഒരു എന്താ പറയുക ഫൺ ഫാക്ടറി ശരിക്കും അനുഭവിക്കാൻ പറ്റിയെന്ന് തന്നെ ഞാൻ കരുതാണ്. അതിൽ പറയാത്ത കാര്യങ്ങൾ, അതുപോലെ കൂടിയ വേരിയൻറ്റിൽ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ എന്നാണ് ഈ ഒരു വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഓടിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ കുറച്ചുകൂടി കാര്യങ്ങൾ അധികമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ആ ഒരു ഫൺ ഫാക്ടറി തന്നെയാണ്. അപ്പോൾ അതേ പറയുള്ളൂ, സ്പോർട്സ് മോഡ്, മാനുവൽ മോഡ്, പാഡ് ഷിഫ്റ്റർ, അങ്ങനെ എല്ലാം കൂടി ചേർന്ന ഒരു കോമ്പിനേഷൻ നിലയ്ക്ക് ഒരു ഡ്രൈവിംഗ് മെഷീൻ എന്ന് തന്നെ ഈ ഒരു C5 എയർക്രോസിനെ പറയാം. അപ്പോൾ ഞാൻ ഒന്നുകൂടി കാല് കൊടുക്കാം. ഡൗൺ ചെയ്തു. 4, 3. അപ്പോൾ അത്രേ ഉള്ളൂ. അതുപോലെ ഈ വീഡിയോ ഉപയോഗപ്പെടുന്നതിന് കരുതാൻ അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലെ കൂടി ക്ലിക്ക് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് ലൈക്ക് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് ഷെയർ നമ്മൾ എന്തിനാണല്ലോ. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.